ഹായ് ഫ്രണ്ട്സ്, കാഴ്ചയിൽ ഒരു ട്രാൻസിസ്റ്റർ പോലെ ഇത് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ട്രാൻസിസ്റ്റർ അല്ല. ഇതാണ് ഹാൾ എഫക്റ്റ് സെൻസർ. മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ ഒരു സ്വിച്ച് പോലെ പ്രവർത്തിക്കുന്നതാണ് ഈ ഒരു സംഗതി. ഈ ഒരു സെൻസറിനെ ഉപയോഗപ്പെടുത്തി നമുക്ക് ഒത്തിരി പ്രാക്ടിക്കലായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന പോലെയുള്ള. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് സാധ്യമാകുന്നത് വിശദമായിട്ട് നോക്കാം. നമുക്ക് ആവശ്യമുള്ള കമ്പോണൻസുകൾ A3144 സെൻസർ ഒന്ന്, BC556 ട്രാൻസിസ്റ്റർ ഒരെണ്ണം വേണം. അപ്പോൾ ഇതാണ് സിഗ്നലിനെ ബൂസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് 330 ഓമിൻ്റെ റെസിസ്റ്റർ, അതുപോലെ തന്നെ 10 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ, 1 കിലോ ഓമിൻ്റെ റെസിസ്റ്റർ, അതുപോലെ കപ്പാസിറ്റർ നോക്കുവാണെങ്കിൽ 104 അഥവാ 0.1 കപ്പാസിറ്റർ ഒന്ന്, LED ഒന്ന്. പിന്നെ നമുക്ക് അർഡിനോ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ചെറിയൊരു OLED ഡിസ്പ്ലേ ഉണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇത് പവർ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. പിന്നെ ഉള്ളത് നിയോഡിയം മാഗ്നറ്റ് ആണ്, അത് വേണം. അതുപോലെ ബ്രെഡ് ബോർഡ്. പിന്നെ നമുക്കിനി സർക്യൂട്ട് ഡയഗ്രത്തിലേക്ക് വരുവാണെങ്കിൽ ഈ സെൻസറിൻ്റെ മൂന്നാമത്തെ പിന്നാണ് ഔട്ട്പുട്ട്. അപ്പോൾ എപ്പോഴാണോ നോർത്ത് പോൾ ഡിക്റ്റ് ആവുന്നത് അന്നേരം മൂന്നാമത്തെ പിന്ന് ലോ ആവുന്നു. അപ്പോൾ ഈ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് ഒരു LED കൊടുത്തിട്ടുണ്ട്. ഇവിടെ കപ്പാസിറ്റർ ഇട്ടേക്കുന്നത് ഒരു എക്സ്റ്റേണലായിട്ട് വരുന്ന നോയ്സ് ഉണ്ടെങ്കിൽ അതിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഫസ്റ്റ് നമ്മൾ കാന്തം കൊണ്ട് അടുത്ത് വയ്ക്കുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓണാവുന്നു, ഓണായി LED കത്തിക്കുന്നു. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള സർക്യൂട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് പവർ സപ്ലൈ കൊടുക്കാം. 5 വോൾട്ട് കൃത്യം സെൻസറിൻ്റെ ഫസ്റ്റ് പിന്നെ കൊടുക്കുക. ഗ്രൗണ്ട് നമ്മുടെ സെൻസറിൻ്റെ സെക്കൻഡ് പിന്നയിലും കൊടുക്കുക. മൂന്നാമത്തെ പിൻ ഔട്ട്പുട്ടാണ്. ഔട്ട്പുട്ട് നമ്മൾ നേരെ BC556 റെസിസ്റ്റർ വഴി ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ നിയോഡിയം മാഗ്നറ്റിൻ്റെ നോർത്ത് പോൾ ഇതിന് അഭിമുഖമായിട്ട് വയ്ക്കാം, സെൻസറിൻ്റെ ഫേസിനോട്. അപ്പം കൃത്യമായിട്ട് ആ ഫേസിന് അടുത്ത് വരുമ്പോൾ കത്തും. എന്നാൽ നിയോഡിയം മാഗ്നറ്റ് തിരിച്ചു വയ്ക്കുവാണെങ്കിൽ സൗത്ത് പോളാണെങ്കിൽ കത്തത്തില്ല, നോർത്ത് പോളിൽ മാത്രമേ കത്തുന്നുള്ളൂ. എന്നാൽ ഈ സൗത്ത് പോളിനെ കത്തിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ നേരെ ബാക്ക് കൊണ്ടുവരിക. അപ്പോൾ ഓപ്പോസിറ്റ് പോളായിരിക്കും ആ ബാക്ക് സൈഡിൽ ഡിക്റ്ററ്റ് ആവും. ഇനി നമുക്കൊരു OLED ഡിസ്പ്ലേയും കൂടെ വെച്ച് കുറച്ചും കൂടെ ഇൻട്രാക്റ്റീവ് ആക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് പിൻ എടുക്കുക. ആ ഗ്രൗണ്ട് പിൻ അർഡിനോയുടെ ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുക. VCC നേരെ 3.3 വോൾട്ട് കൊടുക്കുക. പിന്നെയുള്ള കമ്മ്യൂണിക്കേഷൻ പിന്നെയാണ്, അത് നമ്മൾ SDA SCL ആണ്. അത് കൃത്യമായിട്ട് A4 A5 കൊടുക്കുക. ഇനി ഡിസ്പ്ലേയുടെ വയറിങ്ങിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് സെൻസറിൻ്റെ ഔട്ട്പുട്ട് നേരെ കൊണ്ടുപോയി കണക്ട് ചെയ്യേണ്ടത് രണ്ടാമത്തെ പിന്നിലാണ്. ഇനി നമ്മുടെ അർഡിനോ USB പോർട്ടും കൊടുത്ത് അത് നേരെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്ത് പ്രോഗ്രാം നമ്മൾ അപ്ലോഡ് ചെയ്യുവാണ്. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്തായിരിക്കും റിസൾട്ട് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഡോർ ഓപ്പൺ എന്നാണ് എഴുതി വന്നേക്കുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അടുത്ത് വരുമ്പോൾ കണ്ടോ ഡോർ ക്ലോസ്ഡ്, ആ സിമ്പിളും അവിടെ മാറുന്നുണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഗ്രാഫിക്കലായിട്ടുള്ള ഇൻ്റർഫേസുകളും നമുക്ക് ഇതുവഴി നിർമ്മിക്കാൻ സാധിക്കും. ഇനി പ്രോഗ്രാം അല്പം ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒബ്ജക്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാം. ഒരു കൺവെയറബിലിറ്റി കൂടെ പോകുന്ന ഒബ്ജക്റ്റിനെ കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ RPM കൗണ്ട് ചെയ്യാനുള്ള മെഷീനൊക്കെ ഇതാണ് സംഗതി. IR സെൻസറിൽ സൂര്യപ്രകാശത്തിൽ ഫോൾസ് ട്രിഗറിങ് സംഭവിക്കുന്ന പോലെ ഇതിൽ ലൈറ്റ് സെൻസിറ്റീവ് അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. നമ്മുടെ കോണിയും പാമ്പും കളിക്കുമ്പോഴുള്ള ഡൈ, അത് ഞാനിപ്പോൾ ഈ സാധനം വെച്ച് ഉണ്ടാക്കിയേക്കുവാണ്. ഇനി ഈ സെൻസർ ഉപയോഗിച്ച് വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിൻ്റെ സോഴ്സ് കോഡ് അല്ലെങ്കിൽ QR കോഡിലുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇലക്ട്രോണിക്സ് പൊടിക്കൈകളൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.